ഈ പാസ്റ്റേഴ്സ് തന്നെ ഭയപ്പെടുന്നു. അതായത് ഈ ജാതിയെ ബ്രേക്ക് ചെയ്യാൻ ഭയപ്പെടുന്നതായിട്ടാണ്. വേറൊരു ജാതി ഇടകലർന്ന് വിവാഹം കഴിക്കുക അവർ തന്നെ നിരുത്സാഹപ്പെടുന്നു. കാരണം ഇന്ന് പലപ്പോഴും ശുശ്രൂഷകർ ദൈവത്തിൻ്റെ ദാസന്മാരായിട്ടല്ല, ഈ പണം ആര് കൊടുക്കുന്നു അവരുടെ ദാസന്മാരായിട്ട് ശുശ്രൂഷിക്കുന്നത് കൊണ്ട് പാരമ്പര്യങ്ങളെ നിലനിർത്തുന്നതിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതികളാണ് ഇന്നുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാസ്റ്റർമാർ തന്നെ കല്യാണം ആലോചിക്കുമ്പോൾ ഈ ജാതിയിലുള്ളവർ പരസ്പരമാണ് ആലോചിക്കുന്നത്, എന്നിട്ട് ദൈവാലോചന എന്ന് പറയുകയും ചെയ്യും. ഇതെല്ലാം ഒരു ഗൂഢാലോചനയായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. കാരണം ജഡം നടത്തുന്നത് ഗൂഢാലോചനയാണ്. എൻ്റെ അതേ ജാതി, എൻ്റെ അതേ മതം, എൻ്റെ അതേ വിദ്യാഭ്യാസം, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്ന, എൻ്റെ ഒരു ദാസനായി ദൈവം പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് വിവാഹങ്ങളെ സംബന്ധിച്ചുള്ളത്. ഇവരെല്ലാം കോട്ട് ചെയ്യുന്ന പഴയ നിയമത്തിൽ ജാതികളോട് ഇടകലരരുതെന്ന് പറയുന്ന വാക്യമാണ്. എന്നാൽ പഴയ നിയമത്തിൽ വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ജാതീയ ആചാരങ്ങളിൽ നിന്ന് യഹൂദ മതത്തിലേക്ക് വന്നാൽ എന്ത് ചെയ്യണം? ഒരു പ്രോസിലൈറ്റ് എന്ന് അവരെ വിളിക്കുന്നത്. പ്രോസിലൈറ്റ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം ബൈബിൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവർ സ്വദേശിയെ പോലെ തന്നെ ആയിരിക്കണമെന്നാണ്. അതും പുറപ്പാട് ദിവസത്തിൽ അത് കർത്താവ് വ്യക്തമായിട്ട് കൽപ്പിക്കുന്നുണ്ട്.